വെൽക്കം ടു AS EduZone LSTD ഓവർസിയർ ഗ്രേഡ് 2 എക്സാമിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ സീരീസിൻ്റെ പാർട്ട് 4 വീഡിയോ ആണിത്. ഇതിന് മുന്നേ ഇട്ട വീഡിയോസ് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ബിൽഡിംഗ് മെറ്റീരിയൽസും കൺസ്ട്രക്ഷൻ ടെക്നോളജിയിൽ വരുന്ന ടോപ്പിക്സാണ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വാസ്റ്റായിട്ടുള്ള ടോപ്പിക്കാണ്, കംപ്ലീറ്റ്ലി തിയറി ബേസ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെയും വളരെ വാസ്റ്റായിട്ടുള്ള ഒരു പോർഷനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പോർഷൻസും ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ എഡ്ജ് ഓഫ് എ കേബിൾ റണ്ണിങ് ബിറ്റ്വീൻ ദ ഈവ്സ് ആൻഡ് റിഡ്ജ് ഈസ് നോൺ ആസ് ഓപ്ഷൻ എ വെർജ്, ഓപ്ഷൻ ബി പർലിൻ, ഓപ്ഷൻ സി കോമൺ റാഫ്റ്റർ, ഓപ്ഷൻ ഡി ഹിപ്പ് റാഫ്റ്റർ. ഇത് റൂഫ്സിൽ നിന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. റൂഫ്സിൻ്റെ ടെക്നിക്കൽ ടേംസ്, അതായത് പിച്ച് റൂഫിൻ്റെ ടെക്നിക്കൽ ടേംസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ വെർജ് ആണ്. ഓക്കെ, അപ്പോൾ റൂഫ്സിൽ വരുന്ന ടെക്നിക്കൽ ടേംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്ലൈഡാണിത്. അപ്പോൾ ഇതിൽ ടെംപ്ലേറ്റ് ഉണ്ട്. ടെംപ്ലേറ്റ്, ട്രസ്, പ്രിൻസിപ്പൽ റാഫ്റ്റർ, വാൾ പ്ലേറ്റ്, റിഡ്ജ് ബോർഡ്, ഡ്രാഗൺ ബീം, ഹിപ്പ് റാഫ്റ്റർ, ജാക്ക് റാഫ്റ്റർ, പെർലിൻ, ക്ലീറ്റ്, കോമൺ റാഫ്റ്റർ, ഈവ്സ്, ഈവ് ബോർഡ്, ബാറ്റൺസ്, ബാഷ് ബോർഡ്, ഗേബിള്, പിച്ച്, വെർജ്, ഹിപ്പ്, വാലി. ഓക്കെ, അപ്പോൾ ഇത്രയും ടേംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കി പോകുക. ഒന്ന് ക്വിക്കായിട്ട് ഈ രണ്ട് സ്ലൈഡും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോകുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മാക്സിമം സ്പാൻ ഓഫ് എ ലീൻ ടു റൂഫ്. ഓപ്ഷൻ എ 2.4 മീറ്റർ, ഓപ്ഷൻ ബി 2.6 മീറ്റർ, ഓപ്ഷൻ സി 2.1 മീറ്റർ, ഓപ്ഷൻ ഡി 2.9 മീറ്റർ. ആൻസർ ഏതാ വരിക? ഓപ്ഷൻ എ 2.4 മീറ്റർ ആണല്ലേ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് പിച്ച് റൂഫിൽ നോർമൽ റൂഫിൽ വരുന്നതാണ് ലീൻ ടു റൂഫ്. അതിൻ്റെ വേറെ പേരാണ് പെൻറ്റ് റൂഫ് അല്ലെങ്കിൽ എയിൽസ് റൂഫ്. അടുത്തത് കപ്പിൾ റൂഫ്, പിന്നെ കപ്പിൾ ക്ലോസ് റൂഫ് ഉണ്ട്, പിന്നെ കോളാർ ബീം റൂഫ് ഉണ്ട്, കോളാർ സിസർ റൂഫ് ഉണ്ട്. ഇതിൻ്റെ സ്പാൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ലീൻ ടു റൂഫിൻ്റെ സ്പാൻ 2.4 മീറ്റർ, കപ്പിൾ റൂഫിന് 3.6, കപ്പിൾ ക്ലോസിന് 4.2, കോളാർ ബീം വരുമ്പോൾ 4.5 മീറ്ററും, കോളാർ സിസർ വരുമ്പോൾ 4.8 മീറ്ററാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ട്രസ്സസിൽ വരുന്ന ഫസ്റ്റ് വൺ കിങ് പോസ്റ്റ് ആണ്. കിങ് പോസ്റ്റ് ട്രസ്സിൻ്റെ സ്പാൻ 5 to 8 മീറ്ററാണ്. അടുത്തത് ക്യൂൻ പോസ്റ്റ് ആണ്. ക്യൂൻ പോസ്റ്റിലെ സ്പാൻ 8 to 13 മീറ്ററാണ്. ഇവിടെ കിങ് പോസ്റ്റ് ട്രസ്സിലെ വെർട്ടിക്കൽ മെമ്പറായിട്ടുള്ള കിങ് പോസ്റ്റ് എടുക്കുന്നത് ടെൻഷൻ ലോഡാണ്. അതുപോലെ തന്നെ ക്യൂൻ പോസ്റ്റ് ട്രസ്സിലെ വെർട്ടിക്കൽ മെമ്പേഴ്സായിട്ടുള്ള ക്യൂൻ പോസ്റ്റ് എടുക്കുന്നതും ടെൻഷൻ ലോഡായിരിക്കും. അടുത്തൊരു ട്രസ്സാണ് മൻസാർട്ട് ട്രസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് 13 to 18 മീറ്റർ ആയിരിക്കും. ഇവിടെ കോമ്പിനേഷൻ ഓഫ് കിങ് പോസ്റ്റ് ആൻഡ് ക്യൂൻ പോസ്റ്റ് ട്രസ്സിൻ്റെ കോമ്പിനേഷനാണ് മൻസാർട്ട് ട്രസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മോളിൽ ഒരു കിങ് പോസ്റ്റും താഴത്ത് ക്യൂൻ പോസ്റ്റാണ് വരുന്നത്. ഇതിൻ്റെ ഇൻക്ലിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് ക്യൂൻ പോസ്റ്റ് പോർഷനിലുള്ള ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് 60 to 70 ഡിഗ്രി ആയിരിക്കും. 60 to 70 ഡിഗ്രിയാണ് ക്യൂൻ പോസ്റ്റ് പോർഷനിലുള്ള ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. കിങ് പോസ്റ്റ് പോർഷനിലുള്ള ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ 30 to 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അടുത്തതെന്ന് പറയുന്നത് ബെൽഫാസ്റ്റ് ട്രസ്സാണ്. അടുത്ത ടൈപ്പ് ട്രസ്സാണ് ബെൽഫാസ്റ്റ് ട്രസ് എന്ന് പറയുന്നത്. അതിൻ്റെ വേറെ പേര് ലാറ്റിസ്റ്റ് റൂഫ് ട്രസ്, ബോ സ്ട്രിങ് ട്രസ് എന്ന് പറയും. ഇതിൻ്റെ സ്പാൻ 30 മീറ്റർ. ഓക്കെ, ഇത് കോമൺലി യൂസ് ചെയ്യുന്നത് ബസ് ടെർമിനൽസിലും റെയിൽവേ പ്ലാറ്റ്ഫോംസിലായിരിക്കും. അടുത്തത് സ്റ്റീൽ ട്രസ്സാണ്. സ്റ്റീൽ ട്രസ്സിൻ്റെ സ്പാൻ ഓവർ 12 മീറ്ററാണ് പറയുന്നത്. സ്പാൻസ് ഓവർ 12 മീറ്ററാണ് സ്റ്റീൽ ട്രസ് വരുന്നത്. മോസ്റ്റ് സേഫസ്റ്റ് ആൻഡ് എക്കണോമിക് ട്രസ്സാണിത്. അടുത്തത് ട്രങ്കേറ്റഡ് ട്രസ്സാണ്. ട്രങ്കേറ്റഡ് ട്രസ്സ് ഒരു മൻസാർട്ട് ട്രസ്സിൻ്റെ മോഡിഫൈഡ് ഫോമാണ്. അതിൻ്റെ സെൻറ്റർ പോർഷൻ ഫ്ലാറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഒരു ജെൻറ്റിൽ സ്ലോപ്പ് കൂടെ കാണും. അതാണ് ട്രങ്കേറ്റഡ് ട്രസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് റൂഫ് വിച്ച് സ്ലോപ്സ് ഇൻ 2 direction with a break in the slope on each side is called ഓപ്ഷൻ എ ഗേബിൾ റൂഫ്, ഓപ്ഷൻ ബി ഹിപ്പ് റൂഫ്, ഓപ്ഷൻ സി ഗാംബ്രൽ റൂഫ്, ഓപ്ഷൻ ഡി മൻസാർട്ട് റൂഫ്.
ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ഗേബ്രിയൽ റൂഫാണ് ആൻസർ. ഓക്കെ, അപ്പം ഗേബ്രിയൽ റൂഫ് കാണിച്ചിട്ടുള്ളൊരു ഫിഗറാണിത്. ഗേബ്രിയൽ റൂഫാണിത്. അതായത് 2 ഡയറക്ഷനിലേക്ക് സ്ലോപ്പ് ചെയ്തിരിക്കുന്നു, ബട്ട് ഓരോ സ്ലോപ്പിലും ബ്രേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഗേബ്രിയൽ റൂഫ് എന്ന് പറയുന്നത്. ഇത് ഗേബിൾ റൂഫാണ്, ഇത് ഹിപ്പ് റൂഫ്, ഇത് ഹിപ്പ് ആൻഡ് വാലി റൂഫ്, ഇത് മൻസാർ റൂഫ്, ഇത് ബട്ടർഫ്ലൈ റൂഫ്. ഇത് റൂഫിൻ്റെ ജസ്റ്റ് ഒരു ലേ ഔട്ട് കാണിച്ചിരിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ വാലി കാണാം അല്ലേ, വാലി, റിഡ്ജ് കാണാം, ഗേബിൾ കാണാം, ഈവ്സ് കാണാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം കാണിച്ചിട്ടുള്ള ഒരു റൂഫിൻ്റെ ഫിഗർ കൂടെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈൽസ് ഹാവ് semicircular corrugation in longitudinal direction? Option A port tiles, option B pan tiles, option C MP tiles, option D Sialco tiles. ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് പോർട്ട് ടൈൽസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ പോർട്ട് ടൈൽസിനെയാണ് ഹാഫ് റൗണ്ട് കൺട്രി ടൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പേജിൽ റൂഫ് ടൈൽസിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റൂഫ് ടൈൽസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അലഹബാഡ് ടൈൽസ് ഉണ്ട്, കൊർഹേറ്റ് ടൈൽസ് ഉണ്ട്, ഫ്ലാറ്റ് ടൈൽസ് ഉണ്ട്, ഫ്ലെമിഷ് ടൈൽസ് ഉണ്ട്, ഗുണ ടൈൽസ് ഉണ്ട്, മാംഗ്ലൂർ ടൈൽസ് ഉണ്ട്, പോർട്ട് ടൈൽസ് ഉണ്ട്, പാൻ ടൈൽസ് ഉണ്ട്. അലഹബാഡ് ടൈൽസിൻ്റെ കാര്യങ്ങളും കൊർഹേറ്റ് ടൈൽസിൻ്റെ കാര്യങ്ങളും എല്ലാം ഒന്ന് നോക്കിയിട്ട് പോവാം. അപ്പോൾ ഇതിൽ ഗുണ ടൈൽസിൻ്റെ കീവേഡാണ് ഈ ഒരു കോണിക്കൽ ഷേപ്പായിട്ടുള്ള ടൈൽസ് ഏതാണെന്ന് ചോദിച്ചാൽ ഗുണ ടൈൽസ് ആണ്. പിന്നെ ഫ്ലെമിഷ് ടൈലിൻ്റെ ഷേപ്ഡ് ആണ്. പിന്നെ ഉള്ളത് മാംഗ്ലൂർ പാറ്റേൺ ടൈൽസ് ഉണ്ട്. മാംഗ്ലൂർ പാറ്റേൺ ടൈൽസിൻ്റെ IS കോഡ് ഇമ്പോർട്ടൻ്റ് ആണ്, 654 ആണ് IS കോഡ്. അത് വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ക്ലാസ് എയും ക്ലാസ് എ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടർ അബ്സോർപ്ഷൻ 80% ആണ് ക്ലാസ് എയ്ക്ക്, 20% ആണ് ക്ലാസ് എയ്ക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകും. പിന്നുള്ളതാണ് ഈ പോർട്ട് ടൈൽസ്. പോർട്ട് ടൈൽസിൻ്റെ വേറെ പേരാണ് ലോക്കിംഗ് ടൈൽസ്, സ്പാനിഷ് ടൈൽസ് എന്നൊക്കെ പറയുന്നത്. അത് ഓർഡിനറി ഹാഫ് റൗണ്ട് കൺട്രി ടൈൽസ് എന്നാണ് പറയുന്നത്. പിന്നുള്ളത് പാൻ ടൈൽസ് ആണ്. പാൻ ടൈൽസ് സ്മോൾ ആൻഡ് ഹെവി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ വെർട്ടിക്കൽ സൈഡ്സ് ഓഫ് ദ ഡോർസ് ആൻഡ് വിൻഡോ ഓപ്പണിംഗ്സ് ആർ കോൾഡ്? ഓപ്ഷൻ എ ജാം, ഓപ്ഷൻ ബി റിവീൽസ്, ഓപ്ഷൻ സി ആർച്ച്, ഓപ്ഷൻ ഡി ലിൻഡൽ. ആൻസർ ഏതാണ് വരുന്നത്? വെർട്ടിക്കൽ സൈഡ് ഓഫ് റോഡ്സ് ആൻഡ് ഡോർസ് ആൻഡ് വിൻഡോ ഓപ്പണിംഗ് ആണ്. ആൻസർ ഓപ്ഷൻ എ ജാമ്പാണ്. ഓക്കെ, അപ്പോൾ ഡോർസ് ആൻഡ് വിൻഡോസിൽ പഠിക്കേണ്ടതായിട്ടുള്ള ടെക്നിക്കൽ ടേംസ് ആണ് ഈ ഒരു പോർഷനിൽ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് വൺ ഫ്രെയിം എന്താണെന്ന് നോക്കുക. ഹെഡ്, പോസ്റ്റ്, ഹോൾ ഫാസ്റ്റ് ഇതിൻ്റെ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഡോറിലാണെങ്കിൽ 6ഉം വിൻഡോയിൽ 4ഉം കൊടുക്കണം. പിന്നെ റിബീറ്റ്, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. റിബീറ്റ് സ്റ്റൈൽ എന്താണെന്ന്, പിന്നെ ടോപ്പ് റെയിൽ, ബോട്ടം റെയിൽ, ലോക്ക് റെയിൽ, ഇൻ്റർമീഡിയറ്റ്, ക്രോസ് റെയിൽ, ഫ്രീസ് റെയിൽ, പാനൽ, ഷട്ടർ, ആർക്കിട്രേവ്, സില്ല്, മുള്ളിയൻ, ട്രാൻസ്ഫോം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മുള്ളിയൻ, ട്രാൻസ്ഫോം ഒക്കെ. പിന്നെ റിവീല് ഇമ്പോർട്ടൻ്റ് ആണ്. സാഷ്, ലൂവർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിൻഡോ വിച്ച് ഈസ് പ്രൊവൈഡഡ് ഇൻ എ റൂം വിച്ച് ഹാസ് ഗ്രേറ്റർ സീലിംഗ് ഹൈറ്റ് ദാൻ ദ സറൗണ്ടിങ് റൂം? ഓപ്ഷൻ എ ക്ലറിസ്റ്റോറി വിൻഡോ, ഓപ്ഷൻ ബി ബേ വിൻഡോ, ഓപ്ഷൻ സി ഡോർമർ വിൻഡോ, ഓപ്ഷൻ ഡി ലാൻറ്റേൺ വിൻഡോ. ആൻസർ ഓപ്ഷൻ എ ക്ലറിസ്റ്റോറി വിൻഡോ ആണ്. ഓക്കെ, വിൻഡോ ആണ് ഈ കാണിച്ചേക്കുന്നത്. ടൈപ്സ് ഓഫ് ഡോറിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടൈപ്സ് ഓഫ് വിൻഡോ ആണ്. അതിൽ ഈ ഒരു കേസ്മെൻറ്റ് വിൻഡോ ഉണ്ട്, ഡബിൾ ഹങ് വിൻഡോ ഉണ്ട്, പിവറ്റഡ് ഉണ്ട്, സ്ലൈഡിംഗ് ഉണ്ട്, ലോവേർഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ടൈപ്സ് ഓഫ് വിൻഡോസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഓരോന്നിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട പോയിൻറ്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കേസ്മെൻറ്റ് വിൻഡോ ഉണ്ട്, പിവറ്റഡ് വിൻഡോ ഉണ്ട്, സ്ലൈഡിംഗ് വിൻഡോ ഉണ്ട്, ലിവേർഡ് വിൻഡോ ഉണ്ട്, സാഷ് ഉണ്ട്, സർക്കുലർ വിൻഡോ ഉണ്ട്, കോർണർ വിൻഡോ ഉണ്ട്, കേബിൾ വിൻഡോ ഉണ്ട്, മെറ്റൽ വിൻഡോ ഉണ്ട്, ഡോർമർ വിൻഡോ ഉണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ഈ സെൻറ്റൻസ് ഒക്കെ കഴിഞ്ഞ എക്സാംസിനൊക്കെ റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാംസിലൊക്കെ തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡോർമർ വിൻഡോൻ്റെ കുറിച്ചൊക്കെ. പിന്നെ ബേ വിൻഡോ, ക്ലറി സ്റ്റോറി ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ ലാൻറ്റേൺ, സ്കൈലൈറ്റ്, ഇത് തിരിഞ്ഞു പോകരുത്. ലാൻറ്റേൺ ഫ്ലാറ്റ് റൂഫിൽ കൊടുക്കുന്നതും സ്കൈലൈറ്റ് സ്ലോപ്പിംഗ് സർഫസിലും കൊടുക്കുന്നതാണ്. ഓക്കെ, അതുപോലെ സ്ലോപ്പിംഗ് റൂഫ്സ് കൊടുക്കുന്ന വിൻഡോ ഏതാണെന്ന് ചോദിച്ചാൽ ഡോർമർ വിൻഡോ ആണ്. സ്ലോപ്പിംഗ് സർഫസിൽ കൊടുക്കുന്നത് സ്കൈലൈറ്റ് വിൻഡോ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ഡോർ ദാറ്റ് ദ ഷട്ടർ ക്യാൻ മൂവ് ബോത്ത് ഇൻവേർഡ് ഓർ ഔട്ട്വേർഡ് ഡയറക്ഷൻ? ഓപ്ഷൻ എ റിവോൾവിംഗ് ഡോർ, ഓപ്ഷൻ ബി സ്വിംഗ് ഡോർ, ഓപ്ഷൻ സി സ്ലൈഡിംഗ് ഡോർ, ഓപ്ഷൻ ഡി കൊളാപ്സിബിൾ ഡോർ. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി സ്വിംഗ് ഡോർ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ സ്വിംഗ് ഇവിടെ ഒരു സ്പെഷ്യൽ ഹിഞ്ച് ഉണ്ടായിരിക്കും അല്ലേ? ആ ഹിഞ്ചിൻ്റെ പേരെന്താണ്? ഡബിൾ ആക്ഷൻ സ്പ്രിംഗ് ഹിഞ്ച് എന്നാണ് പറയുന്നത്. പിന്നുള്ളത് സ്ലൈഡിംഗ് ഡോറാണ്. സ്ലൈഡിംഗ് ഡോറിൻ്റെ അകത്ത് റണ്ണേഴ്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ഹെൽപ്പോട് കൂടെയാണിത് മൂവ് ചെയ്യുന്നത്, സ്ലൈഡ് ചെയ്യുന്നത്.
ഗോഡൗൺസിലും ഷോറൂംസിലും ഷോപ്സിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്തത് റിവോൾവിംഗ് ഡോർസ് ഉണ്ട്. പിന്നെ ഉള്ളത് കൊളാപ്സിബിൾ ഡോർസ് ആണ്. കൊളാപ്സിബിൾ ഡോർസ് സേഫ്റ്റി ആൻഡ് പ്രൊട്ടക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ക്ലോസ്ഡ് ആണെങ്കിലും ലൈറ്റും വെൻറ്റിലേഷനും വിഷനും തരുന്നത് കൊളാപ്സിബിൾ ഡോർസ് ആണ്. ഓക്കെ, റിവോൾവിംഗ് ഡോറിൻ്റെ അകത്തൊരു സെൻട്രലി പ്ലേസ്ഡ് ആയിട്ടുള്ളൊരു പിവറ്റും കാണും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.